ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കൂടുതൽ സൈനിക യൂണിറ്റുകൾ കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. തൊട്ടു പിന്നാലെ സൈനിക മേധാവികൾ കൂടി കാശ്മീരിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. രജൌരി തനമാണ്ഡി എന്ന സെക്ടറിലായിരുന്നു കഴിഞ്ഞ ദിവസം ജവാന്മാർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. 5 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത, ഒരു ജവാൻ കൂടി, അതായത് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റുന്ന ഒരു ജവാൻ കൂടി വീരമൃത്യു വരിച്ചതായിട്ട് ഒരു വാർത്ത വന്നു. പക്ഷേ അതിന് സ്ഥിരീകരണങ്ങളൊന്നും തന്നെ, ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും തന്നെ അതിന് വന്നിട്ടില്ല. ചില ഓൺലൈൻ മീഡിയാസ്, ചില സോഴ്സുകൾ മാത്രമാണ് അത്തരത്തിൽ പറയുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ജമ്മു രജൌരി പൂഞ്ച് ഹൈവേ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. സുരക്ഷയുടെ പേരിലാണ് ഇത് ബ്ലോക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു വമ്പൻ ഓപ്പറേഷൻ സൈന്യം സ്റ്റാർട്ട് ചെയ്തതായിട്ട് ജമ്മു പോലീസ് അറിയിക്കുന്നുമുണ്ട്. ഏതായാലും കൂടുതൽ സൈന്യം ഈ മേഖലയിലേക്ക് എത്തുകയും സൈനിക മേധാവികൾ തന്നെ എത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ് അവിടെ ഉണ്ടാകുക എന്നുള്ളത് ഏവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. പക്ഷേ അവിടെ രാവിലെ മുതൽ തന്നെ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള ചില ഓൺലൈൻ മീഡിയാസും പറഞ്ഞു. ഏതായാലും ഒരു വലിയ അറ്റാക്ക് തന്നെയാണ് ജവാന്മാർക്കെതിരെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈനിക മേധാവികളും കൂടുതൽ സൈന്യമൊക്കെ അങ്ങോട്ട് നീങ്ങുന്ന ഒരു വമ്പൻ ഓപ്പറേഷൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താൻ ന്യൂസ് ഇന്ത്യ മലയാളം.